ജനപ്രിയമായിട്ടുള്ള ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു ഹരമായിട്ടുള്ള ഒരു വാഹനം. അത് പിന്നെ അത് മാത്രമല്ല മെയിൻ്റെനൻസും കുറവാണ്. BMW ഒരു പന്തിയാണ്. ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്രയും പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം അതിന്റെ ഒരു ലൈറ്റിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ. ഇതൊന്നും ഈ ടൈപ്പ് ബമ്പറും നമ്മൾ 14 ശേഷം വന്ന വണ്ടികളിൽ മാത്രം കാണുന്നൊരു രൂപത്തിലുള്ളതാണ്. M എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്, ഒരു ചെറിയ കട്ടിങ്ങോട് കൂടി. ഇത് ഒറിജിനലാണ്. നമ്മൾ ടയറൊക്കെ നമുക്ക് ഏകദേശം ഒരു 95% ടയർ ഉണ്ട് തന്നെ. റൂം കണ്ടാൽ തന്നെ അറിയാം നല്ല വൃത്തി കാര്യങ്ങൾ. ഇപ്പൊ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് അവർ 57,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിന്റെ ഫുൾ സർവീസ് റെക്കോർഡ് ഉണ്ട് കേട്ടോ. നമ്മൾ പറയാം ഫ്രണ്ട്സ്, രാജകാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW ഒരു ജനപ്രിയമായിട്ടുള്ള ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു ഹരമായിട്ടുള്ള ഒരു വാഹനമാണ് ആയിട്ടുള്ള 520D ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ക്വാളിറ്റി വണ്ടിയാണിത്. ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ റാസി കാർസ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വാഹന സംബന്ധമായിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അതിൽ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW 520 ഡാർക്ക് ബ്ലൂ ആയിട്ട് നല്ലൊരു കളറും മാർക്കറ്റിൽ ഇപ്പോൾ ഡിമാൻഡ് ഉള്ളതും ഒരുപാട് പേര് തിരഞ്ഞ് നടക്കുന്ന ഒരു കളറാണ് ഇത്, ഡാർക്ക് ബ്ലൂ. പിന്നെ ബ്ലാക്ക്, ഇതൊക്കെയാണ് മാർക്കറ്റിൽ കൂടുതൽ നമുക്ക് എല്ലാവരും തിരയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 ഓൾമോസ്റ്റ് ലാസ്റ്റാണ്, നവംബർ അങ്ങാണ്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. മാനുഫാക്ചറിങ് 2015 ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ട്വിൻ പവർ ടർബോ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ചെറിയ എഞ്ചിൻ നമ്മൾ പറയും. അത് പൊതുവെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. സ്മോൾ എഞ്ചിനായിട്ട് വരുന്നതാണ്. അത് 2010 മുതൽ നമുക്ക് എഞ്ചിൻ വന്നിട്ടുണ്ടായിരുന്നത് 2013 വരെ ഒരു ഷേപ്പിൽ എഞ്ചിനും, അതിനുശേഷം പിന്നെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി 13 ഫസ്റ്റ് മുതൽ 15 തുടക്കം വരെ ട്വിൻ പവർ ടർബോ എന്നിട്ടുള്ള വേറൊരു റിഫൈൻഡ് എഞ്ചിനായിരുന്നു. അതിനുശേഷം വീണ്ടും കമ്പനി റിഫൈൻ ചെയ്തിട്ട് 2015 മിഡിലായിട്ട് ഇറങ്ങിയൊരു ടൈപ്പ് സ്മോൾ എഞ്ചിൻ എന്ന് പറയുന്നൊരു എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതാണ് കൂടുതൽ ആൾക്കാരും തിരഞ്ഞെടുക്കുന്ന ഒരു ടൈപ്പ് വാഹനത്തിൻ്റെ എഞ്ചിനാണത്. കാരണം എന്താ വെച്ചാൽ വെൽ റിഫൈൻഡ് ആണ്. നല്ല മൈലേജ് ഒരു 16, 17 വരെയൊക്കെ ചിലർക്ക് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് ഹൈവേയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇത്രയും അത് പിന്നെ അത് മാത്രമല്ല മെയിൻ്റെനൻസും കുറവാണ്. BMW ഒരു 11, 12, 13 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ വണ്ടിക്ക് ഇച്ചിരി മെയിൻ്റെനൻസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കമ്പനി റിഫൈൻ ചെയ്ത് കൊണ്ടുവന്നുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത പറയുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത്രയും വെൽ മെയിൻറ്റെയിൻ. വെറും 57,000 57,000 ആണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. അതും 2024 വരെ ലാസ്റ്റ് വരെ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ. ഇതൊന്നും റീപ്ലേസ്ഡ് അല്ല, ഒറിജിനൽ ഇതിൽ വന്നിട്ടുള്ളതാണ്. അത് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത വാഹനമായതുകൊണ്ടാണ് അത് ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ളത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ലാമ്പ്, ബമ്പറിൻ്റെ ഗ്രില്ല്, ഇവിടെ BMW എന്നുള്ളൊരു മോണോഗ്രാം ഉണ്ട് ഇതിൽ. പിന്നെ താഴത്തേക്കൊക്കെ നോക്കുമ്പം ഇതൊക്കെ ഫേസ് ലിഫ്റ്റിൽ വന്നൊരു ഡിസൈനാണ്. ഇതൊക്കെ ഈ ടൈപ്പ് ബമ്പറും നമ്മൾ 14 ശേഷം വന്ന വണ്ടികളിൽ മാത്രം കാണുന്നൊരു രൂപത്തിലുള്ളതാണ്. എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയുണ്ട്. ഇതിനൊരു BMW എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഡിസൈന് കാര്യങ്ങൾ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു ബീസ്റ്റ് ലുക്കാണത്. അത്രയും അട്രാക്ഷനാണ് ഒത്തിരി ചെറുപ്പക്കാരിലേക്ക്. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ടയറാണ്. നമുക്ക് 18 ഇഞ്ച് ടയറിനോട് കൂടി നമുക്ക് അലോയ് വീല് വന്നിട്ടുണ്ട്. അലോയ് വീൽ എന്ന് പറയുന്നത് M സ്പോർട്ടിൻ്റെ ഒറിജിനൽ അലോയ് വീലാണ്. അതിൻ്റെ ഒരു ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ M എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്, ഒരു ചെറിയ കട്ടിങ്ങോട് കൂടി. ഇത് ഒറിജിനലാണ്. നമ്മൾ സ്റ്റിക്കറിങ് ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റ് ആ ഒരു കട്ടിങ് ചെയ്ത് അതിലേക്ക് ഇറക്കി വെച്ചതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒറിജിനൽ ആണത്. ടയറിൻ്റെ സൈസ് വരുന്നത് 18 അല്ല 19 ഇഞ്ചാണ് ടയറിൻ്റെ സൈസ് വരുന്നത്. ലോ പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഗംഭീരം ഒരു ലുക്കായിരിക്കും ഉണ്ടാവുക. അത് M സ്പോർട്ടിൻ്റെ ഒറിജിനൽ അലോയ്വീലാണ്. അത് 4 അലോയ്വീലും മാറി M സ്പോർട്ടിൻ്റെ ഇട്ടാണ്. ഏകദേശം 2.5 ലക്ഷം രൂപയോളം 4 അലോയ്വീലിന് വരെ ഒറിജിനൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് വരുന്നത് ലക്ഷറി ലൈനാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. പിന്നെ സൈഡിൽ പ്രൊഫൈൽ വരുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ ആണ്. ഫോൾഡബിൾ മിററാണ്. അതിൽ ഇൻഡിക്കേഷനും വരുന്നുണ്ട്. പിന്നെ ടയറൊക്കെ നമുക്ക് ഏകദേശം ഒരു 95% ടയർ ഉണ്ട് തന്നെ നമുക്ക് പറയാം. സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നല്ല ഗുഡ് ക്വാളിറ്റിയിലാണുള്ളത്. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡിക്കിയിൽ ഇവിടെ 520D എന്നുള്ള ഒരു
ലെറ്റർ കൊടുത്തിട്ടുണ്ട്, BMW ബാഡ്ജിങ് ഉണ്ട്. ഇതിന് വേറെ പ്രത്യേകത ഇതിൻ്റെ ലൈറ്റുകൾ LED ലൈറ്റാണ്, മാത്രമല്ല നല്ല ക്വാളിറ്റി ആണ്, പെർഫെക്ഷനിലുള്ള ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. പ്രത്യേകിച്ച് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ലൈറ്റിലൊന്നും വന്നിട്ടില്ല. ബമ്പറും കാര്യങ്ങളൊക്കെ നല്ല 2 ബമ്പറുകൾ നമ്മൾ ജസ്റ്റ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അറിയാലോ വരുന്ന വണ്ടികൾക്ക് ചെറിയ സ്ക്രാച്ച് ബമ്പറിൻ്റെ സൈഡുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒറിജിനൽ നമുക്ക് ഒറിജിനൽ പെയിൻ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ ഡബിൾ സൈലൻസറിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ആ സൈഡിൽ, മഫ്ലറിൻ്റെ അത്. പിന്നെ ക്രോമിയത്തിൻ്റെ ഉണ്ട്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ സൂക്ഷിച്ചുള്ളത്. എഞ്ചിൻ റൂം ജസ്റ്റ് ഒന്ന് കാണിക്കാം. പലരും വീഡിയോയിൽ ചോദിക്കാറുണ്ട് എഞ്ചിൻ റൂം കാണിക്കാറില്ല എന്നാണ്. നമുക്ക് എഞ്ചിൻ റൂം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇതിൻ്റെ വുഡ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ. ഇത് ഈ എഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ എഞ്ചിൻ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ഇത് ഒരു BMW എന്ന് പറഞ്ഞൊരു ബീസ്റ്റ് വലിയൊരു വണ്ടിക്ക് ചെറിയൊരു എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് ചോദിച്ചാൽ, പക്ഷേ റിഫൈൻഡ് എഞ്ചിനാണ്. അത് ചെറിയൊരു എഞ്ചിൻ മതി. അത്രയും പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ചെറുതായി വരുമല്ലോ. അപ്പോൾ നമ്മൾ പണ്ടത്തെ പറയുമ്പോൾ CD ഉപയോഗിച്ചു, പിന്നെ മെമ്മറി കാർഡ് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ല ഇതിനുള്ളിൽ ഇത്രയും MB കൊള്ളുമെന്നുള്ളത്. പക്ഷേ അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന് ടിൻ പവർ ടർബോ എന്നുള്ള എഞ്ചിനാണ്. എഞ്ചിൻ റൂം കണ്ടാൽ തന്നെ അറിയാം നല്ല വൃത്തി കാര്യങ്ങൾ. ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. നല്ല ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ചെറിയൊരു എഞ്ചിൻ ഇത് പ്രത്യേകം കസ്റ്റമർക്ക്, ചില കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് അറിയാതുണ്ടാവില്ല. നമുക്ക് മുമ്പ് വന്നതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലുപ്പത്തിലൊരു എഞ്ചിനായിരുന്നു വന്നിട്ട്. ഇതിപ്പോൾ റിഫൈൻ ചെയ്ത് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് എഞ്ചിനാണ്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കുന്നത്, വാഷർ, ഫ്ലൂയിഡ് കാര്യങ്ങൾ ഒരുപാട് ഇതിലുണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എല്ലാത്തിലും വരുന്നതാണ്. അതിപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി. പക്ഷേ എഞ്ചിൻ റൂമിൽ നമ്മൾ ഡയറക്റ്റ് വെള്ളം അടിച്ചിട്ട് വാഷ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എഞ്ചിൻ റൂം തുറന്നാൽ തന്നെ അറിയാം ഒരു വണ്ടിയുടെ ക്വാളിറ്റി എത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണെന്നുള്ളത്. അപ്പോൾ ഇത് കസ്റ്റമർക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. നമുക്ക് ഇന്റീരിയർ ഒരുപാട് പ്രത്യേകതകൾ. ഈ 15 വാഹനമായതുകൊണ്ട് തന്നെ 2014 വരെയുള്ളതിന് അപേക്ഷിച്ച് 2017 ഒരുപാട് ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡിജിറ്റൽ മീറ്റർ ആണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഇവിടെ ഇതിപ്പോൾ നമ്മൾ മോഡ് മാറ്റിയതാണ് ഞാൻ, ഡ്രൈവ് മോഡ്. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തം ഘടന തന്നെ മാറി സ്പീഡോ മീറ്ററിൻ്റെ. ഇനിയിപ്പോൾ ഇത് സ്പോർട്സ് മോഡിലാണുള്ളത്. ഇനി നമ്മൾ കംഫർട്ടിലേക്ക് മാറ്റി. അപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു ഘടന മാറി. വീണ്ടും നമ്മൾ എക്കോ സ്പോർട്ടിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും മീറ്ററിൻ്റെ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുള്ളൊരു മീറ്ററാണ് BMW ആ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിജിറ്റൽ മീറ്ററാണ്. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് ഹർമാൻ മ്യൂസിക് സിസ്റ്റം, ഹർമാൻ കർഡോൺ മ്യൂസിക് സിസ്റ്റമാണ്. അതെല്ലാം ഫേമസ് ആയിരുന്നു അന്നത്തെ കാലത്ത്, ഇപ്പോഴും ഫേമസ് ആണ്. അന്ന് വളരെ ചുരുക്കം വണ്ടികളിൽ മാത്രമേ, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് അതിൻ്റെ മ്യൂസിക് സിസ്റ്റം. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ സീറ്റ് അഡ്ജസ്റ്റ്, ഇതൊക്കെ നമ്മൾ എല്ലാത്തിലും പറയുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മെമ്മറി ഫങ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ സെറ്റ് ചെയ്യാം നമുക്ക്, അതായത് സ്റ്റിയറിങ്, മിറർ, സീറ്റൊക്കെ ഇവിടെ 2 പേർക്ക് സെറ്റ് ചെയ്യുക. ഇത് ഒന്നിൽ നെക്കി കഴിഞ്ഞാൽ ആ യൂസ് ചെയ്യുന്ന ആളുടെ അതേ പൊസിഷനിൽ ഈ സംഗതികളൊക്കെ വന്ന് നിൽക്കും. അത് എല്ലാത്തിലും ഉള്ളതാണ്, നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാറില്ല. അപ്പോൾ പിന്നെ വരുന്നത് ഇതിൽ നമുക്ക് ട്രാൻസ്മിഷൻ പെഡൽ ഷിഫ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു പെഡൽ വരുന്നുണ്ട്. ഇത് നമുക്ക് മാനുവലായിട്ട് വണ്ടിയെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്ലസ് മൈനസ് എന്ന് പറയാം, 1 2 3 അങ്ങനെ ഗിയർ നമുക്ക് അതിൽ മാറ്റി കൊടുക്കാനും പറ്റും. ഓട്ടോമാറ്റിക് ആണ്, പക്ഷേ ഈ ഒരു ഓപ്ഷനും കൂടി അതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ നല്ല സ്റ്റിയറിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആ കിലോമീറ്ററിൻ്റെ ഒരു ജെന്യൂനിറ്റി നമുക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും. ഇത് അവർ 57,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിൻ്റെ ഫുൾ സർവീസ് റെക്കോർഡ് ഉണ്ട് കേട്ടോ. നമ്മൾ പറയുന്നതിലൊരു നമ്മൾ ഇപ്പോൾ പഴയ വണ്ടികൾക്കൊന്നും നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ നമുക്ക് കഴിയാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറയാറില്ല ജെന്യൂനിറ്റി. ഇത് കിലോമീറ്റർ സർവീസ് റെക്കോർഡ് എല്ലാം നമുക്ക് ഉണ്ട്. കസ്റ്റമർക്ക് വരുമ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇൻറ്റീരിയർ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല ക്ലീനിലാണ് വണ്ടി ബുദ്ധി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് AC വെൻറ്റുകൾ വരുന്നുണ്ട്, 4 വെൻറ്റ് വരുന്നുണ്ട്. അത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു ഏരിയയാണത്. AC-യുടെ കൺട്രോൾ കാര്യങ്ങൾ, ഹീറ്റർ കൺട്രോൾ കാര്യങ്ങൾ, അതൊക്കെ. ഇവിടെ നമുക്കൊരു ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്. ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തത്. പിന്നെ ഓഡിയോ, ബ്ലൂടൂത്ത്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ നാവിഗേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട്, അതൊരു പ്രത്യേകതയാണ്. അതൊക്കെ ഈ മോഡലിൽ വന്നിട്ടുള്ളൂ. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. കമ്പനി ഫിറ്റഡ് ആണ്, ഒറിജിനൽ ആണ് കേട്ടോ. ഗിയറിൻ്റെ ട്രാൻസ്മിഷൻ നോബ് ഇവിടെയാണ്. പിന്നെ ഒരുപാട് പറയുന്നില്ല, അതൊക്കെ ഒരുപാട് ഇത് കാണുന്ന ആൾക്കാർക്ക്
BMW സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ മറ്റുള്ള ക്വാളിറ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നമ്മളിതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും മിസ്സായി ചെറിയ ചെറിയ പോയിന്റുകൾ ചിലപ്പോൾ മിസ്സായിട്ട് പോയിട്ടുണ്ടാവും. പ്രേക്ഷകർക്ക് ഇനി ഡീറ്റെയിൽ അറിയാമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ. അപ്പോൾ നമ്മളിതിൻ്റെ ജസ്റ്റ് ഒന്നുകൂടി പറയുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ. 2015 എൻഡിൽ വന്നിട്ടുള്ള ടിൻ പവർ ടർബോയിൽ സ്മോൾ എഞ്ചിനായിട്ട് വന്നിട്ടുള്ള റിഫൈൻഡ് എഞ്ചിനായിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണത്. ഇതിൻ്റെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒരു ഒറിജിനൽ അതേ വർഷത്തിൽ ഇറങ്ങിയ ഗ്ലാസ്സുകളാണ്. അതുകൊണ്ട് ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങൾ ഇതൊന്നൊക്കെ ഇല്ല എന്നുള്ള നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ കിലോമീറ്ററാണ് ഹൈലൈറ്റ്. 57 കിലോമീറ്റർ 1000 കിലോമീറ്ററാണ് വണ്ടി ആകെ റൺ ചെയ്തിട്ടുള്ളത്. അത് അപ് ടു സർവീസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ വരെ ഫുള്ളി BMW മാത്രമാണ് സർവീസ് ഉള്ളത്. വണ്ടി ക്വാളിറ്റി ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും കസ്റ്റമർക്ക്. നിങ്ങൾക്ക് കമ്പനിയിലോ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ വേറെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ തരുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്നാൽ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു IDV 17 ലക്ഷത്തോളം ഇതിന് IDV ഉണ്ട്. പിന്നെ 4 അലോയ് എം സ്പോർട്ടിൻ്റെ അലോയ് ആക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും ഫുൾ ഫ്ലഡ്ജ് റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രൈസിലേക്ക് വരും. ഇത് NOCയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിൽ 16,80,000 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം, വലിയ രീതിയിലുണ്ടാവില്ല. 16,80,000. പിന്നെ നമുക്കിതിൽ ഒരുപാട് സംശയങ്ങളായിട്ട് കസ്റ്റമർ വിളിക്കുകയാണ് ലോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് മെയിനായിട്ട് വിചാരിക്കണം നമ്മൾ ഇത്ര അതർ സ്റ്റേറ്റ് വണ്ടികളിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാം. നമ്മളെന്തായാലും ലോൺ ചെയ്യുന്നില്ല, നമ്മൾ ഒരു വണ്ടികൾക്കും ലോൺ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ വണ്ടി എടുത്ത് നിങ്ങളെ പേരിലോട്ട് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ലോൺ കിട്ടുള്ളൂ. ഓൾറെഡി അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒരുപാട് അറിയില്ല അത്. അവർ വിചാരിക്കുന്ന ലോൺ കിട്ടുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അതർ സ്റ്റേറ്റ് വണ്ടികൾക്കൊന്നും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഉണ്ടെന്ന് പറയുന്നല്ലാതെ നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് കിട്ടില്ല. കേരള രജിസ്ട്രേഷൻ നിങ്ങളെ പേരിലോട്ട് ചെയ്തതിന് ശേഷം കിട്ടും. നമ്മൾ ഓൾറെഡി ലോണൊന്നും അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പുറത്ത് ടീമുകളോട് അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മളടുത്ത് ഇനിയും ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വന്ന് ഒരു വണ്ടി 2016 ഫേസ് ലിഫ്റ്റ് ചെയ്തൊരു വാഹനമുണ്ട്. 2024 ഫേസ് ലിഫ്റ്റ് ചെയ്തൊരു BMW 520 ഇവിടെ വന്ന് കിടപ്പുണ്ട്. ജസ്റ്റ് പോളിഷ് ക്ലീനിങ് ഒക്കെ ഒന്നും ചെയ്യാനുണ്ട്. നിങ്ങൾ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യുക. ഇനി ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. നമ്മൾ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് ഇടും ഇതിൻ്റെ പുറകിലായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളതിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞത് എല്ലാം ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.